ഹായ് എല്ലാ കൂട്ടുകാർക്കും സാന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ ടൈസറിൻ്റെ S+ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ടൈസറിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റും ഈ S+ ഓട്ടോമാറ്റിക് ആണ്, അല്ലെങ്കിൽ S+ മാനുവൽ ആണ്. ടൈസറിൻ്റെ ഡിസംബർ അല്ലെങ്കിൽ ഇയർ എൻഡ് പ്രൊമോഷൻസ് നോക്കുകയാണെങ്കിൽ 2025 മോഡലുകൾക്ക് 68,000 രൂപ വരെയാണ് ഓഫർ കൊടുത്തിരിക്കുന്നത്. ഈ 68,000 രൂപയുടെ ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ 10,000 രൂപ സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ടും 15,000 രൂപ റൂറൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫർ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും റൂറൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഓഫറും ക്യാഷ് ഡിസ്കൗണ്ടും ലഭിക്കും. അപ്പോൾ സ്ട്രേറ്റ് അവേ നിങ്ങൾക്ക് 25,000 രൂപ ഓഫർ ലഭിക്കും. പിന്നെ 30,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് മൊത്തം 68,000 രൂപ വരെ ഓഫർ കൊടുത്തിരിക്കുന്നത്. അതുകൂടാണ്ട് നമ്മളുടെ 2025 ആദ്യം വന്ന 2 എയർ ബാഗ് വാഹനങ്ങൾ കുറച്ച് അവൈലബിൾ ആണ്. ആ വാഹനങ്ങൾക്കും 2024 വി മാനുവൽ വേരിയൻറ്റുകൾക്കും 2024 മാനുഫാക്ചർ ചെയ്ത വി മാനുവൽ വേരിയൻറ്റുകൾക്കും ഏകദേശം 1,00,000 രൂപ വരെ അഡീഷണൽ ഓഫറും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വേരിയൻറ്റിൽ ഓഫറുകൾക്ക് ശേഷം അല്ലെങ്കിൽ ടൈസറിൻ്റെ ഇയർ എൻഡ് പ്രൊമോഷനിൽ ഓഫറുകൾക്ക് ശേഷം വേരിയൻറ്റുകൾ എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ടൈസറിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻറ്റും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയൻറ്റും ഈ S+ വേരിയൻ്റ് ആണ്. നമ്മുടെ ഫ്രോങ്സിൻ്റെ Delta+ വേരിയൻറ്റിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന വേരിയൻ്റാണ് ഈ S+ വേരിയൻറ്റ്. നമ്മളുടെ ഫ്രോങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഒരു റോഡ് പ്രസൻസ് തരുന്നത് ടൈസറാണ്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രോങ്സ് ഒത്തിരി റോഡുകളിൽ കാണാം. അപ്പോൾ ഫ്രോങ്സിൻ്റേതല്ലാത്തൊരു ലുക്കുള്ള എന്നാൽ ആ ഒരു സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളും തരുന്ന ഒരു വേരിയൻറ്റ് നോക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് ടൊയോട്ടയുടെ ടൈസർ. ഇപ്പോൾ ഫ്രോങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രൈസ് ഡിഫറൻസ് വെറും 15,000 രൂപ 20,000 രൂപയുടെ അടുത്തേ വരുന്നുള്ളൂ. കാരണം ടൈസറിന് ഫ്രോങ്സിനേക്കാളും കമ്പാരിറ്റീവ്ലി ഓഫർ കാര്യങ്ങൾ കൂടുതലാണ്. അതുപോലെ തന്നെ ടൊയോട്ടയുടെ ഒരു സർവീസും പിന്നെ ആഫ്റ്റർ സെയിൽ സർവീസ് കാര്യങ്ങളും കൺസിഡർ ചെയ്യുമ്പോൾ ഫ്രോങ്സ് കൺസിഡർ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഫ്രോങ്സ് നോക്കുന്നവർക്ക് ഒന്ന് മാറ്റി ചിന്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ബെസ്റ്റ് വാഹനമാണ് ടൈസർ. അതിൽ മിനിമം ഈ S+ വേരിയൻറ്റെങ്കിലും എടുക്കണം. അതല്ല നിങ്ങളൊരു ബേസ് വേരിയൻറ്റ് മേടിച്ചിട്ട് ആക്സസറി ചെയ്യാനാണ് നോക്കുന്നത് എങ്കിൽ ഫ്രോങ്സിനേക്കാളും ബെറ്റർ ടൈസറാണ്. കാരണം ടൈസറിൻ്റെ ആക്സസറീസ് ഒരു ഇതെല്ലാം നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്യാം. അതിന് വാറണ്ടിയും കൂടിയും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ബേസ് വേരിയൻറ്റ് ആക്സസറി ഒക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഒരു SUV ലുക്ക് നമുക്ക് ടൈസറിൽ കിട്ടും. ഇനി ഈ വാഹനത്തിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു ഡ്യുവൽ യൂണിറ്റ് ആയിട്ടുള്ള DRL കൊടുത്തിരിക്കുന്നു. അത് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 3 സ്ലോട്ട് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഫോഗ്ലൈറ്റ് ഒന്നും ടൈസറിൽ വരുന്നില്ല. ഫ്രണ്ടിൽ ആ സിൽവർ ഫിനിഷിൽ ആ സ്പിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കാണാം. ഈ ഒരു ഗ്രില്ല് ഇതിനകത്ത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ടൊയോട്ടയുടെ ലോഗോ ഇവിടെ ഒരു ക്രോം സ്ട്രിപ്പ് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ പലരും ഫോഗ്ലൈറ്റ് വരെ ഈ വാഹനത്തിന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ഫിനിഷിലുള്ള അലോയ്സ് കൊടുത്തിരിക്കുന്നു. ഒരു 16 ഇഞ്ച് വീൽസാണ്. 195/60R16 ആണ് ടയർ സൈസ് വരുന്നത്. നല്ല കാണാൻ ഭംഗിയുള്ള അലോയ്സ് തന്നെയാണ്. ഫ്രോങ്സിനേക്കാളും കുറച്ചുകൂടി ലുക്കിംഗ് അലോയ്സ് അല്ലെങ്കിൽ ഒരു പ്രീമിയം ലുക്കിംഗ് അലോയ്സ് വരുന്നത് ഈ ഒരു ടൈസറിന് തന്നെയാണ്. നടുക്ക് ടൊയോട്ടയുടെ ലോഗോ, ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. വശങ്ങളിൽ നമുക്ക് ചുറ്റും ഓരോ ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അതൊരു SUV ലുക്ക് തരാനായിട്ട് സഹായിക്കും. ഇവിടെ മിറേഴ്സിൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഡോർ നമ്മളുടെ കീലെസ് എൻട്രിയുടെ ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ബ്ലാക്ക് ആയിട്ടാണ് നമുക്ക് റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അത് ബേസ് വേരിയൻ്റായിട്ട് വരുന്നുണ്ട്. ബാക്കിൽ ഷാർപ്പിൻ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് വേരിയൻ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ബാക്കിൽ വൈപ്പർ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. മറ്റെല്ലാ ഫീച്ചേഴ്സും കോമൺ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. നടുക്കൊരു സെൻട്രൽ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. D4 ഉള്ള ഗ്ലാസ്സുകളാണ്. നമുക്കിവിടെ പേര് അർബൻ ക്രൂയിസർ ടൈസർ എന്നാണ്, പക്ഷേ എല്ലാവരും ടൈസർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ S+ എന്ന് പറഞ്ഞ വേരിയൻറ്റ് ബാഡ്ജിങ് കാണാം. ബാക്കിൽ ടൈലൈറ്റ് ഫുൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇതിനകത്തായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇവിടെ താഴെയായിട്ട് ഇവിടെ നമുക്ക് അകത്ത് റിവേഴ്സ് ലൈറ്റും കാണാനായിട്ട് പറ്റും. ബാക്കിൽ നമുക്ക് 2 റിഫ്ലക്റ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 4 പാർക്കിംഗ് സെൻസേഴ്സും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ സ്റ്റിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്തേക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ്. പാർസൽ ട്രേ വരുന്നുണ്ട്. 60/40 സ്പ്ലിറ്റ് സീറ്റുകൾ കാണാം. സ്ക്വയർ ഷാർട്ടിൽ വലിപ്പമുള്ള വലിയ ബൂട്ടുകളാണ്. ബാക്കിൽ 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ വരുന്നു. നമുക്ക് സ്പെയർ വീല് ആ ഒരു സെയിം സൈസായിട്ടുള്ള സ്പെയർ വീലുകളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്.
ആ ഒരു ബർഗണ്ടി റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിലേക്ക് വന്നാലും ആ ഒരു സെയിം കളർ ടോൺ തന്നെയാണ്. ഇവിടെ നമുക്ക് ആ ഒരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കൊടുക്കും. ഈ പോർഷൻസിലെല്ലാം നമുക്കൊരു ഫാബ്രിക് സോഫ്റ്റ് ടച്ച് ആണ് വരുന്നത്. 4 പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ, മിറർ കൺട്രോൾ ചെയ്യാൻ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, സ്പീക്കർ വീല്, ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. അകത്തെ ഡോർ ഹാൻഡിൽസ് നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ വേരിയന്റിൽ വരുന്നില്ല. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിരിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക് ആണ്, AMT ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഫുഡ് ഓപ്പൺ ചെയ്യാൻ, ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെ താഴെ വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇനി നമുക്ക് അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം. പക്ഷേ കീയിൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റമില്ല. ആ സിമിലർ കീ തന്നെയാണ് വരുന്നത്. ലോക്ക് ആൻഡ് ലോക്ക് ഓപ്ഷനുണ്ട്. ഫുള്ളി ഫംഗ്ഷനായിട്ട് രണ്ട് കീയും വരുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രോങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് നമുക്ക് ഇവിടെ കളർ ടോണിലും ഈ ലോഗോയിലും മാത്രമാണ്. മറ്റ് ലേഔട്ട് കാര്യങ്ങളെല്ലാം എക്സാക്ട്ലി സിമിലർ ആയിട്ടാണ് വരുന്നത്. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മൾട്ടി ഫംഗ്ഷനുള്ള സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീൽ ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക്കിന്റെ കൺട്രോൾസും അതിന്റെ താഴെ ഫോണിന്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒരു സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗായിട്ട് കൊടുക്കും. ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ ബേസിക് ആയിട്ട് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നു. സെന്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. പിന്നെ 2025 വേരിയന്റ് ആയതുകൊണ്ട് അഡീഷണൽ ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ റേഞ്ച്, ആവറേജ് ഫ്യൂല്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4 സ്പീക്കറിന്റെ ഒരു മിക്സർ സിസ്റ്റം ആണ്. ഡീസന്റ് മ്യൂസിക് ക്ലാരിറ്റിയാണ് തരുന്നത്. ഇതിനകത്ത് ഒരു റിവേഴ്സ് ക്യാമറ ആക്സസറീഡ് ചെയ്തിരിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിനകത്ത് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസ് അല്ല അത് വരുന്നത്. താഴേക്ക് വന്നാൽ ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ യൂണിറ്റ് കാണാം. ഒരു നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട്, കപ്പ് ഹോൾഡേഴ്സ് കാണാം. AMT ഗിയർ ലിവർ, അതിന് ചുറ്റുള്ള ഒരു ക്രോം ഇൻസെർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. സെന്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും ഈ വേരിയന്റിലും വരുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറൈഡ് ചെയ്യേണ്ടി വരും. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ലോഡഡ് ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവേഴ്സുകൾ, സൺവൈസസ് വിത്ത് മിററാണ്. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs, അകത്ത് റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്റീരിയർ എന്നുള്ള ഒരു ലുക്ക്. ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസന്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് എന്നേ പറയാൻ പറ്റൂ. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും അതിനകത്ത് വരുന്നില്ല. ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാഡിൽ ഫ്രണ്ടിൽ കണ്ടുപോലെ തന്നെ ഇവിടെ സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോയുടെ കൺട്രോൾ, ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. ബാക്കിലേക്ക് AC വെന്റ്സ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ ജസ്റ്റ് ഒരു മൊബൈലൊക്കെ വെക്കാൻ പറ്റുന്ന സ്പേസ് പോലെ കൊടുത്തിരിക്കുന്നു. 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് കാണാം. ബാക്കിലേക്ക് ഐസോഫിക് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സെന്റർ ആംറസ്റ്റ് വേരിയന്റിൽ വരുന്നില്ല. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് ഇപ്പോൾ എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ചെറിയതായിട്ട് സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ്. അതുകൊണ്ട് ന്യൂ റൂമിന് കൺസേൺസ് ഒന്നും തന്നെ വരുന്നില്ല. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 5 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ടൈസറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ റീസെന്റ് വന്ന അപ്ഡേറ്റ് പ്രകാരം ഭാരത് എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ പിന്നെ ബേസ് വേരിയന്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നാൽ നമ്മളുടെ 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. 88 HP ആണ് തരുന്ന പവർ. 115 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. ഡീസന്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് പറയാം. മൈലേജ് കമ്പനി പറയുന്നത് 24 km/ലിറ്റർ ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു 18 വരെയും മാനുവലിന് 18-19 വരെയൊക്കെ മൈലേജ് ലഭിക്കുന്നവരുണ്ട്. നല്ല രീതിയിൽ ഓടിക്കാൻ അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, വളരെ സൈലന്റ് ആയിട്ട്, വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. എന്നാൽ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനും കൂടിയാണ്. നമുക്ക് ആവശ്യത്തിന് പവറും ഉണ്ട്, എന്നാൽ വേറെ നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. 4 സിലിണ്ടർ ആയതുകൊണ്ട് യാതൊരു വൈബ്രേഷനോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ നമുക്ക് വരുന്നില്ല, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് പ്രൈസിലേക്ക് വന്നാൽ നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ 2025 മോഡലുകൾക്ക് ഡിസംബർ പ്രൊമോഷനിൽ 68,000 രൂപ വരെ, അല്ലെങ്കിൽ ഇയർ എൻഡ് പ്രൊമോഷൻ 68,000 രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. ഓഫറിന്റെ ബ്രേക്ക് ഡൗൺ നമ്മൾ പറഞ്ഞിരുന്നു. കോമൺലി എല്ലാവർക്കും കിട്ടുന്ന ക്യാഷ് ഡിസ്കൗണ്ട് 10,000 രൂപ, കോർപ്പറേറ്റ് അല്ലെങ്കിൽ റൂറൽ ഓഫർ 15,000 രൂപ. അപ്പോൾ 25,000 രൂപയുടെ ഓഫർ മോസ്റ്റ്ലി എല്ലാവർക്കും ലഭിക്കുന്നതാണ്. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നോൺ ടൊയോട്ട വാഹനങ്ങൾക്ക് 25,000 രൂപ വരെയും ടൊയോട്ട വാഹനങ്ങൾക്ക് 30,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് അഡീഷണലി ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്ന പ്രൈസിൽ നിങ്ങൾക്ക് ക്യാഷ് ഡിസ്കൗണ്ടും റൂറൽ കോർപ്പറേറ്റ് ഓഫറും മാത്രമാണ് കുറയുന്നുള്ളൂ. എക്സ്ചേഞ്ച് ബോണസ് ഇതിനകത്ത് കുറയുന്നില്ല. എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് കൂടി ലഭിക്കും. ഇപ്പോൾ ബേസ് വേരിയന്റ് ഈ വേരിയന്റ് 8,25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ 8 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിന് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇനി എസ് വേരിയന്റ്
എസ് വേരിയന്റ് 9,20,000 രൂപ. എസ് വേരിയന്റ് ബേസ് വേരിയന്റ് സിമിലർ ലുക്കൊക്കെയാണ്, പക്ഷേ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് എസ് വേരിയന്റിലാണ്. ഇന്റീരിയർ സെയിം ലുക്കും ലേഔട്ടും കിട്ടുന്നതും എസ് വേരിയന്റ് തൊട്ടിട്ടാണ്. കാര്യം ഈ വേരിയന്റിൽ മ്യൂസിക് സിസ്റ്റോ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് ഒന്നും വരുന്നില്ല. ഇപ്പോൾ പല ആളുകൾക്കും ആ ബേസ് ഈ വേരിയന്റിന്റെ ലുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഒത്തിരി ആളുകൾ ആ വാഹനം എടുത്തിട്ട് മോഡിഫൈ ചെയ്യുന്നുണ്ട്. കാരണം റൗണ്ട് ഹെഡ്ലൈറ്റും അതൊക്കെ ഒന്ന് LED ആക്കി കുറച്ചും കൂടി ഒരു സ്പോർട്ടി ലുക്കിലേക്ക് മോഡിഫൈ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ എസ് വേരിയന്റെങ്കിലും എടുക്കുക. അപ്പോൾ എസ് ഓട്ടോമാറ്റിക്കലി പോയി കഴിഞ്ഞാൽ 9,80,000 രൂപയാണ് എസ് ഓട്ടോമാറ്റിക് വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എസ് പ്ലസ് വേരിയന്റ് ആണ്. ഇതിന്റെ മാനുവലിന് 9,48,000 രൂപയും ഓട്ടോമാറ്റിക്കിന് 10,11,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞിരുന്നു 2024 മാനുഫാക്ചർ ചെയ്ത വി മാനുവൽ വേരിയന്റുകൾ അവൈലബിൾ ആണെന്ന്. കുറച്ച് വാഹനങ്ങളാണ് കിടക്കുന്നത്, ലിമിറ്റഡ് നമ്പേഴ്സുകൾ 3-4 എങ്ങാണ്ടാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ആ വാഹനങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഏകദേശം 1,00,000 രൂപ വരെ ഓഫർ ലഭിക്കുന്നുണ്ട്. അതായത് 12,80,000 രൂപയാണ് വി മാനുവൽ വേരിയന്റിന് ഇപ്പം നിലവിലുള്ള ഓൺ റോഡ് പ്രൈസ്. ആ വാഹനം നിങ്ങൾ 24 മാനുഫാക്ചർ ചെയ്താണ് എങ്കിൽ 11,80,000 രൂപയ്ക്ക് വരെ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതിൽ നിങ്ങൾക്ക് 100% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. അതായത് 1 രൂപ പോലും കൊടുക്കാണ്ട് നിങ്ങൾക്ക് വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2025 വാഹനങ്ങൾക്കും 100% ഓൺ റോഡ് ഫണ്ടിങ് വരുന്നുണ്ട്. ഈ 100% ഓൺ റോഡ് ഫണ്ടിങ് എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമാണ്. നിങ്ങളുടെ സിബിൽ സ്കോറൊക്കെ ഓക്കെ ആണ് എങ്കിൽ ചില ബാങ്കുകൾ നിങ്ങൾക്ക് 100% ഓൺ റോഡ് ഫണ്ടിങ് വരെ തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു വി മാനുവൽ നോക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു ടർബോ മാനുവൽ വാഹനമാണ് വേണ്ടത് ഫ്രോങ്സിന്റെ എങ്കിൽ വി മാനുവലിലേക്ക് പോകാം. അത് 2024 മാനുഫാക്ചർ ചെയ്തെടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 11,80,000 കിട്ടും. 24 മാനുഫാക്ചർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ബ്രാൻഡ് ന്യൂ കാറാണ്, 50 കിലോമീറ്റർ താഴെ ആയിരിക്കും ഓടിയിട്ടുണ്ടാവുള്ളൂ. മീൻസ് ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ. ഷോറൂമിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു പുതിയ വാഹനം എടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എക്സ്റ്റൻഡഡ് വാറണ്ടി ഒക്കെ ഉൾപ്പെടെ 6 കൊല്ലം വരെ വാറണ്ടി ലഭിക്കും. ഒരു പുതിയ വാഹനത്തിൻ്റെതായ എല്ലാ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ആ വാഹനത്തിനും ലഭിക്കും. അപ്പോൾ ഒരു ടർബോ വാഹനം നോക്കുന്നുണ്ട്, ഒരു ടോപ്പ് വേരിയന്റ് 360 ക്യാമറ പോലുള്ള എല്ലാ ഫീച്ചേഴ്സും നോക്കുന്ന ഒരാൾ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, അങ്ങനത്തെ ആ ടോപ്പിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം 11,80,000 രൂപയ്ക്ക് നോക്കുന്നവർക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ എസ് പ്ലസ് മാനുവലിന് 9,48,000 അതിനേക്കാൾ ഏകദേശം 2,00,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ടോപ്പ് എൻഡ് മാനുവൽ ലഭിക്കും. ടർബോ ആണ്. പിന്നെ അതിൽ മൈലേജ് വലിയ കൺസേൺസ് ഒന്നുമില്ല. ഒരു 13-14 വരെയൊക്കെ അതിന് മൈലേജ് ലഭിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ടൊയോട്ടയിലുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. എറണാകുളം കൈരളി ടൊയോട്ടയുടെ നമ്പറാണ്. ഓൾ കേരള ഡെലിവറി കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.